ഒരിക്കലും നടക്കില്ലെന്ന് നിരാശയോടുകൂടെ കരുതി വെച്ച ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു അമലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാനത് ലഹു ഇലല്ലാഹി ഹാജ, ആർക്കെങ്കിലും അല്ലാഹുവിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വല്ല ഒരുത്തനുമുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തി സ്വഹാബാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് അവർ ചെയ്ത് അവർക്ക് അനുഭവം ലഭിച്ച അമലാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നടക്കില്ല, ഞാൻ പല കാര്യങ്ങളും അതിനു വേണ്ടി ചെയ്തു, പല പ്രാവശ്യം ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു, റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു, ഇനി എനിക്കത് നടക്കുമെന്ന് കരുതുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റിവെച്ച നിരാശയോടുകൂടെ കഴിയുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും റബ്ബിന്റെ മുമ്പിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ രൂപത്തിൽ ഈ അമലൊന്ന് ചെയ്തു നോക്കൂ. ജീവിതത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാകും. ഇമാം തുർമുദിയും ഇബ്നു മാജയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയുന്ന ആ ഒരു അമലിനെ കുറിച്ചും അതിനോട് ചേർത്തിയിട്ട് നാം ചൊല്ലേണ്ട ഒരു ഇസ്മിനെ കുറിച്ചും, അത് എത്ര തവണ ചൊല്ലണം, എങ്ങനെ ചൊല്ലണം, ഏത് രൂപത്തിൽ ചൊല്ലിയാലാണോ നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുക, ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും പടച്ച റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന അത്ഭുതകരമാകുന്ന അമലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഈ ചാനലിൽ തന്നെ ഇതിനോടകം നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ സാധ്യമാകുന്ന നിരവധി അമലുകൾ, ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച അമലുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട അമലുകൾ, ഇങ്ങനെ നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകളും ചെയ്തൊരു അമലായിരുന്നു 12,000 ബിസ്മിയുടെ അമല്. 12,000 ബിസ്മിയുടെ അമലിനെ കുറിച്ച് പറയുമ്പോൾ എത്ര ആളുകളാണെന്നറിയണോ ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസവും 100 കണക്കിന് മെസ്സേജുകൾ ആ 12,000 ബിസ്മിയുടെ അമലിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടി, അതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടി, അതിന്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് പറയാൻ തന്നെ എത്ര ആളുകളാ. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കിട്ടുന്നു, ജോലി ശരിയായത് അറിയിക്കുന്നു, കടങ്ങൾ വീടാനുള്ളൊരു വഴി അപ്രതീക്ഷിതമായി അവരെ തേടിയെത്തിയത് അറിയിക്കുന്നു, ഉംറക്ക് പോകാനുള്ള അവസരമുണ്ടായത്, മക്കളുണ്ടായത്, വീട് വാങ്ങാനൊരു സ്ഥലം മറ്റൊരാൾ നൽകിയത്, ഇങ്ങനെ തുടങ്ങി നിരവധി അനുഭവങ്ങൾ 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ആളുകൾ ആ അമല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല റിസൾട്ട് ലഭിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഈ അമല് ചെയ്യുന്നവരോടും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോടൊക്കെ പറയാണ്, 12,000 ബിസ്മിയുടെ അമല് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞ ഒരു അമലാണ്. മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ നോക്കിയാൽ കാണാം, ആരെങ്കിലും 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഓരോ 1000-ന് ശേഷവും മുത്തുനബി തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലി അവന്റെ ആവശ്യത്തിനെ പറഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് തുടർന്ന് 2000 കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ചെയ്ത് പിന്നെ സ്വലാത്ത് ചൊല്ലി മുത്തുനബി തങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലിയിട്ട് ആവശ്യം പറഞ്ഞ് മൂന്നാമതും തുടങ്ങി ഇങ്ങനെ 12,000 തവണ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിന്റെ ഇതിന് കൊണ്ട് അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ അമലിനെ കുറിച്ച് മുജറബുൻ, ഇത് മുജറബായ, പരീക്ഷിച്ചു മനസ്സിലാക്കിയപ്പോ പരീക്ഷിച്ചപ്പോ ഫലം ലഭിച്ച അമലാണ് എന്നാണ് മുജറബിന്റെ അർത്ഥം. അങ്ങനെ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച 12,000 ബിസ്മിയുടെ അമല് ഇപ്പോഴും പലരും ഒരു തവണ ചെയ്ത് മറ്റൊരാവശ്യത്തിന് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നല്ല റിസൾട്ട് നൽകട്ടെ. നടക്കാത്ത പല കാര്യങ്ങളും നടക്കാൻ വേണ്ടി, ഒരിക്കലും വിജയിക്കുമെന്ന് കരുതാത്ത പല വിഷയങ്ങളും വിജയിക്കാൻ വേണ്ടിയൊക്കെ നിയ്യത്താക്കി ചെയ്യുന്നവരുണ്ട്. അല്ലാഹു നല്ല റിസൾട്ട് നൽകട്ടെ. അതുപോലെ തന്നെയാണ് സൂറത്തുൽ ഫത്ഹിന്റെ 21 തവണ പാരായണം ചെയ്തുകൊണ്ടുള്ള അമല്. നമ്മളിപ്പോ ഇവിടെ പറയുന്നത്
ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിച്ച ചില അമലുകളുണ്ട്, ഒരുപാട് ആളുകൾ കണ്ടത്, അവർക്ക് അതിൽ നിന്ന് അത്രയും ആളുകൾക്ക് ചെയ്തപ്പോൾ റിസൾട്ട് ലഭിച്ചത്, അത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഫത്ഹ് 21 തവണ പാരായണം ചെയ്യുക. അത് 3 ദിവസം കൊണ്ട് പാരായണം ചെയ്യുക, 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുക. 3 ദിവസം കൊണ്ടാകുമ്പോൾ ഒരു ദിവസം 7 തവണ വീതം വെച്ച്, അല്ല 7 ദിവസമാകുമ്പോൾ ഒരു ദിവസം 3 തവണ വീതം വെച്ച് സൂറത്തുൽ ഫത്ഹ് 21 തവണ പാരായണം ചെയ്യുകയും യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അതിന്റെ അതതായ അക്ഷരസംഖ്യയായ 489 തവണ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയുന്ന ആ ഇസ്മ ചൊല്ലുകയും സ്വലാത്തുൽ ഫാത്തിഹ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അളീം. ആ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയൊക്കെ ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു അമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിച്ച അമലുകൾ നമ്മൾ പറയുന്നത് അത്രയും ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അസ്മാ ഉൽ ഹുസ്നയുടെ റിയാദ് പൂർത്തിയാക്കി വീട്ടി 99 തവണ അസ്മാ ഉൽ ഹുസ്ന നമ്മളൊരു ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള നിയ്യത്തോടുകൂടെ, മകളുടെ വിവാഹം ശരിയാകാനുള്ള നിയ്യത്തോടുകൂടെ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആ കാര്യം നടന്നു കിട്ടാനുള്ള നിയ്യത്തോടുകൂടെ ചെയ്താൽ അതിനും നല്ല റിസൾട്ട് ലഭിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നിരവധി ആളുകൾ അസ്മാ ഉൽ ഹുസ്നയുടെ റിയാദ് പൂർത്തിയാക്കി വീട്ടിയിട്ട് 99 തവണ കൃത്യമായി എണ്ണം പിടിച്ച് അസ്മാ ഉൽ ഹുസ്ന പാരായണം ചെയ്ത് അതിന്റെ റിസൾട്ട് ലഭിച്ച നിരവധി അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇത്തരം അമലുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് പേഴ്സണലി എൻ്റെ ജീവിതത്തിലൊക്കെ എനിക്കും അനുഭവപ്പെടുന്ന റിസൾട്ട് ലഭിച്ച അമലുകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ വീഡിയോയിൽ പറയാൻ തുടങ്ങിയിട്ട് ഈ അടുത്തേ ആയിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ചെയ്തു നോക്കുമ്പോൾ നല്ല ഫലം ലഭിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാറില്ല, അത്രയും റിസൾട്ടുകൾ വരുന്നുണ്ട്. ആദ്യമൊക്കെ സമയം ഉണ്ടാകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, റിസൾട്ട് ലഭിച്ചതൊക്കെ. ഇപ്പം അതിന് സമയം കിട്ടാറില്ല, എങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അത് നമ്മൾ ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് അമൽ ലഭിച്ച 12,000 ബിസ്മിയുടെ സൂറത്തുൽ ഫത്ഹിന്റെ 99 അസ്മാഉൽ ഹുസ്നയുടെ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ സൂറത്തു യാസീനിന്റെ ഇങ്ങനെ നിരവധി അമലുകളുണ്ട്. നിങ്ങളതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വെക്കാനുള്ള ഒരു അമലായി കണ്ട് ഈ അമലുകളൊക്കെ ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നല്ല റിസൾട്ട് ലഭിക്കുന്ന മറ്റൊരു അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആദ്യമായിട്ട് പൂർണ്ണമായി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൂർണ്ണമായും ചെയ്യേണ്ട രൂപം മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ റിസൾട്ട് നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമലുകളൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ അമൽ വിശദീകരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏത് ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അമല് ചെയ്യുന്നത് ആ നിയ്യത്ത് പ്രത്യേകം മനസ്സിൽ കൊണ്ടുവരും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മുടെ നിയ്യത്തുകൾ കൃത്യമായിരിക്കണം. നമ്മൾ റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ആശങ്കയോടുകൂടെയോ സംശയത്തോടുകൂടെയോ ചെയ്യരുത്. ദൃഢനിശ്ചയത്തോടുകൂടെയും ഉറപ്പോടുകൂടെയും എൻ്റെ റബ്ബെന്നെ കൈവെടിയുകയില്ല എന്ന ചിന്തയോടുകൂടെയും ഒരു പോസിറ്റീവ് മനസ്സോടുകൂടെയാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങേണ്ടത് തന്നെ. അപ്പൊ നല്ലൊരു നിയ്യത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നല്ലൊരു ദിവസം തിരഞ്ഞെടുക്കുക. നല്ല ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് അതിന് പറ്റും, വെള്ളിയാഴ്ച പകലതിന് പറ്റും, അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങൾ പറ്റും. നല്ല നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത് മനസ്സിന്റെ ഉള്ളിലേക്ക് വളരെ ഹൃദയ ശുദ്ധിയോടെ നല്ല മനസാന്നിധ്യത്തോടുകൂടെ നിയ്യത്തിനെ കൊണ്ടുവരാം. എൻ്റെ
മകൻ ഗൾഫിൽ പോയിട്ട് ഒരുപാട് വർഷങ്ങളായി അധ്വാനിക്കുക, 8-9 മണിക്കൂറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെയും മറ്റു വാഹനങ്ങൾ കഴുകിയും മറ്റുമൊക്കെ എക്സ്ട്രാ ടൈമിൽ ജോലി ചെയ്തിട്ടൊക്കെ ഉറക്കമില്ലാതെ പണിയെടുക്കുന്നു. ഇതുവരെ സമ്പാദ്യങ്ങളായിട്ടില്ല. എൻ്റെ മോളുടെ വിവാഹം ഒരുപാട് കാലമായി നോക്കുന്നു, ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും വർഷങ്ങളായിട്ട് വാടകയ്ക്കാണ്. ഇതുവരെ നല്ലൊരു സ്ഥലമോ വീടോ വെക്കാനുള്ള അവസരം തുറന്നു കിട്ടിയിട്ടില്ല. ലക്ഷങ്ങൾ കടം, പറയാൻ പോലും വായിൽ കൊള്ളാത്ത അത്രയും വലിയ ബാധ്യതകളാണുള്ളത്. ഒന്നും ബോധപൂർവം വരുത്തി വെച്ചതല്ല, എങ്ങനെയൊക്കെയോ ഒന്നും സമ്പത്തിൽ ബർക്കത്തില്ലാതെ അത് വീടി കിട്ടണം. നല്ല നിയ്യത്ത് മനസ്സിൽ കരുതുക. അള്ളാഹു ഒരു വഴി കാണിച്ചു തരും എന്ന പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുക. അങ്ങനെ നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് ഏറ്റവും നല്ലത് തഹജ്ജുദിന്റെ സമയത്ത്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഖളാഉൽ ഹാജത്ത് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അങ്ങനെ നിസ്കരിക്കാം. അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാം. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കാരം അങ്ങനെ ആക്കിയാൽ മതി, മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഖളാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം. അപ്പൊ നന്നായിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞത് എന്താ ഫൽ യതവല്ല വൽ യുഹ്സിനിൽ വുളൂഅ, നന്നായി കാമിലായ വുളു എടുക്കുക. കാമിലായ വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയിട്ടുള്ള വുളു എടുക്കരുത്. നന്നായിട്ട് പൂർണ്ണമായ ശുദ്ധീകരണം നടത്തി മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകി വുളുഇന്റെ സുന്നത്തുകളെല്ലാം പാലിക്കുക, മിസ്വാക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ തുടക്കത്തിലുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ആ വിഷയത്തിന് കൂടുതൽ സഹായകമാക്കും. കാരണം നമ്മൾ ഈ മിസ്വാക്ക് ചെയ്യുന്നു, അത് വുളുഇന്റെ സുന്നത്താണ്, മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അപ്പൊ മിസ്വാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോ ഇന്നത് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അന്ന് ചെയ്യുന്ന എല്ലാ ആ സുന്നത്തുകളൊക്കെ ഈ വിഷയത്തിന് കൂടുതൽ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ആ വിഷയത്തിലേക്ക് കൂടുതൽ സഹായകമാകും. അപ്പൊ മുഖവും കൈകാലുകളും കയറ്റി കഴുകണം. മുഖവും കൈകാലുകളും കയറ്റി കഴുകിയവരെ നാളെ ഖിയാമത്ത് നാളിലെ ഇന്നക്കും തുദഊന യൗമൽ ഖിയാമ, മുഖവും കൈകാലുകളും കയറ്റി കഴുകിയവർ വിളിക്കപ്പെടുന്നതാണ്. അത് പ്രത്യേകം സുന്നത്താണ്. അപ്പൊ അങ്ങനെ എല്ലാ സുന്നത്തുകളും പാലിച്ച് വുളു എടുക്കുക, ഖിബിലക്ക് മുന്നിട്ട് വുളു എടുക്കുക, വുളുഇന്റെ ശേഷിച്ച വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക. ഇങ്ങനെ പറഞ്ഞ എല്ലാ സുന്നത്തുകളും പാലിച്ച് വളരെ നല്ല വൃത്തിയോടുകൂടെ തല മുഴുവനും തലവിൽ നിന്ന് അല്പം തടവലാണ് നമ്മുടെ മദ്ഹബിൽ നിർബന്ധമായത്. അത് സുന്നത്ത് എങ്ങനെയാണ് തല മുഴുവൻ തടവ്. ഇങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും പാലിച്ച് കാമിലായ വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, ഹംദ് ചൊല്ലുക. ലിയുസ്നി അലല്ലാഹി വൽയുസ്ല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്തുകൾ ചൊല്ലുക. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് സുമ്മ ലിയഖുൽ, പിന്നീട് അവൻ പറയട്ടെ. എന്താ പറയണ്ടേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി പറയാൻ പോകുന്നത് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرت ولا هما إلا فرجت ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. ഞാനിപ്പോൾ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മുത്തുനബി തങ്ങളിലേക്ക് ഒരാൾ വന്ന് അവരുടെ ആവശ്യം പൂർത്തീകരിക്കാനുണ്ട്, അവരുടെ ആഗ്രഹം നേടിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ ആ രൂപമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്.
അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അമൽ ആരുടെ അമലാണ്? അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതുപോലൊരു സാഹചര്യത്തിൽ, നമ്മളിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഇതുപോലൊരു സാഹചര്യത്തിൽ അവിടുത്തെ അനുചരരായ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തതാണ്, അവരത് ചെയ്തതാണ്. ഇതാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 479 ഹദീസായിട്ട്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1384 ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ആധികാരികമായ ഒരു അമലാണ്. മുത്തുനബി തങ്ങളുടെ അമലായതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ കാമിലായ വുളു എടുക്കുക. വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ദുആ ചെയ്യാൻ ഇരുന്നതിന്റെ ശേഷം അവൻ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്വലാത്തു ചൊല്ലാനുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഹംദ് ചെയ്യാനുണ്ട്. ഹംദ് ചെയ്ത് സ്വലാത്തു ചൊല്ലി, അപ്പോൾ എന്താ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലുക. 300 സ്വലാത്ത് ആയാൽ അൽഹംദുലില്ലാഹ് വളരെയധികം നന്നാവും. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ദുആ, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് എടുക്കുക. ഇത്തരം ഡിസ്പ്ലേയിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ സെൻഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ ഒരു ദുആകൾ, നമ്മൾ മുമ്പത്തെ വീഡിയോസുകളിൽ പറഞ്ഞ ദുആകൾ, ഇതൊക്കെ കൃത്യമായിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് കൊടുക്കുക. എന്നാൽ നല്ല ക്ലിയറിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയിക്കണം. അപ്പൊ എങ്ങനെയാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, لا إله إلا الله الحليم الكريم، سبحان الله رب العرش العظيم، الحمد لله رب العالمين، أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم، لا تدع لي ذنبا إلا غفرت ولا هما إلا فرجت ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ ഫലം ലഭിക്കുന്ന ഒരു അമലാണ്. അതുകൊണ്ട് തന്നെ ഈ അമല് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് നല്ല ഫലം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇതിനോട് കൂടെ നമ്മൾ ചേർത്തി പറയാൻ പറഞ്ഞ ഇസ്മ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മാണ്. യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ അദദ് 129 നമുക്കറിയാം, നമ്മളത് പഠിച്ചതാണ് മുമ്പ്. അപ്പോ ഇത് സംബോധനാ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാ എന്നുള്ള അക്ഷരത്തെ കൂട്ടിയിട്ട്, അതാണ് നിദാഇന്റെ അക്ഷരം, വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം. ഈ അക്ഷരം കൂട്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഈ അമൽ ഒരു വെള്ളിയാഴ്ച രാവിലെ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുക. എന്നാൽ അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലെ ചെയ്യണമെങ്കിൽ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് യാ കൂട്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ 4000 പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ, അത് കുറച്ച് കൂടുതലുള്ള സംഖ്യ, ചെറിയ സംഖ്യകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ ഉറപ്പിന്റെയും നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ കഠിനമായിട്ട് 4000 തവണ ഇത് ചൊല്ലാനുള്ള മനസ്സൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൂർത്തീകരിക്കുന്നുള്ള ഉറപ്പാണ്. അത്രയും ഫലമുള്ളൊരു ഇസ്മാണ് ഇത്, ഈ 4000 തവണ ചൊല്ലാൻ. അപ്പൊ യാ ലത്തീഫ് യാ അല്ലാഹ്, 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 യാ ലത്തീഫ് യാ അല്ലാഹ്. സ്പീഡ് അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലിയാൽ 4000 തവണക്ക് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും. അങ്ങനെ 4000 തവണ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ, വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി ഞാൻ ഈ പറഞ്ഞ അമലുകളൊക്കെ ചെയ്തിട്ട് അങ്ങ് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം റബ്ബിനോട്
വളരെ ആത്മാർത്ഥമായി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുറാദുകൾ വളരെ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കും. എന്ന് മാത്രമല്ല, ഈ ഇസ്മു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഓരോ ഇസ്മുകളെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഒരു ഖിദ്മത്ത് അവന് ആ വിഷയം പൂർത്തീകരിച്ചു കൊടുക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പെൺമക്കളെയോ സഹോദരിമാരെയൊക്കെ കെട്ടിച്ചയക്കാൻ വൃത്തിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ, ഒരു നിലക്കും വിവാഹം ശരിയാകാതെ വളരെയധികം ബുദ്ധിമുട്ടിലായവർക്കൊക്കെ ഈ ഒരു അമല് ചെയ്തു വെക്കാവുന്നതാണ്. ഈ അമല് ചെയ്ത് യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ 100 തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം നല്ല ഫലമുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുമ്പ് നമ്മൾ യാ ലത്തീഫിന്റെ വ്യത്യസ്തങ്ങളായ അമലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16,641 തവണ യാ ലത്തീഫ് എന്നുള്ളത് വല്ല അക്രമിയെയും ശത്രുക്കളെയും സിഹറ് ചെയ്യുന്ന ആളുകൾ, ഐന് ചെയ്യുന്ന ആളുകൾ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 16,641 തവണ ഇത് ചൊല്ലി തീർക്കാൻ നിയ്യത്താക്കുക. ചൊല്ലുന്നതിന്റെ ഇടയിൽ ആരോട് സംസാരിക്കാതിരിക്കുക. ഇപ്പോ ഓനൊരു 200 ഇപ്പൊ ചൊല്ലാൻ വേണ്ടി വിചാരിക്കുന്നു, എന്നാ 200ന്റെ ഇടയിൽ ആരോട് സംസാരിക്കരുത്. പിന്നെ ബാക്കിയുള്ളത് ചൊല്ലുന്നത് മഗ്രിബിന് ശേഷമാണ്, ഇപ്പൊ ളുഹറായിട്ടുള്ളൂ. എന്നാൽ കുഴപ്പമില്ല, അതിന്റെ ഇടയ്ക്ക് സംസാരിക്കുക. നമ്മൾ ചൊല്ലാൻ തുടങ്ങി ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരാളോട് സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കാതെ പൂർണ്ണമായിട്ട് ചൊല്ലുക. ഇനി ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 100 തവണ ചൊല്ലാൻ തീരുമാനിച്ചു, ആ 100 തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യുക, പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ അതിന്റെ ബാക്കി തുടരുക. ഇങ്ങനെ പൂർണ്ണമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ എല്ലാ ഷർറുകളും, അവരുടെയൊക്കെ അക്രമങ്ങൾ, അവരുടെയൊക്കെ കുതന്ത്രങ്ങൾ, ചതികൾ, വഞ്ചനകൾ, നമ്മെ ചതിക്കുന്നവരുടെ മുഖം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പുഞ്ചിരിയോടുകൂടെ സുസ്മേരവതരായി നമ്മുടെ മുമ്പിൽ നിൽക്കും അവര്, നമുക്കവരെ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അത്തരം തിരിച്ചറിയാൻ കഴിയാത്തവരുടെ കുതന്ത്രങ്ങൾ, ചതികള്, വഞ്ചനകള്, അവരുടെ പ്രയോഗങ്ങള്, അവരുടെ ഒളിയമ്പുകള്, അതിന്റെയൊക്കെ മുനയൊടിയാൻ, അവരുടെ എല്ലാ ചതിപ്രയോഗങ്ങളും നിഷ്പ്രഭമാകാൻ, അവർ നമുക്ക് മുമ്പിൽ കീഴ്പ്പെട്ടു വരാൻ ഈ ഇസ്മ വളരെയധികം ഫലമുള്ള ഇസ്മാണ്. അത്ഭുതങ്ങളുടെ കലവറയാണ് ഇസ്മ. അപ്പോ ചെയ്യുന്ന സമയത്ത് ഇത് ഫലം ഉണ്ടാകോ, ഫലം ചെയ്യോ ഇല്ലേ എന്നുള്ള സംശയമൊന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. വിജയം അല്ലാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് നമ്മുടെ എതിരാളിയുടെ പക്കൽ സമ്പത്തുണ്ടായതുകൊണ്ടോ, എതിരാളിയുടെ പക്കൽ വലിയ വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ടോ, അവർ വലിയ അമ്പരച്ചുംബികളായ കൊട്ടാര സമുച്ചയങ്ങളിൽ താമസിക്കുന്നതോ ഒന്നും വിജയത്തിന്റെ ഘടകമല്ല. അതൊക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ ഏതു നിമിഷവും തകർന്നടിയാൻ പോകുന്നതാണ്. അള്ളാഹു തീരുമാനിച്ചത് ഇവിടെ നടക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ യാ ലത്തീഫിന്റെ ഒരു പ്രശസ്തമായ ദുആ ഉണ്ട്, യാ ലത്തീഫിന്റെ ആയത്തുകളുണ്ട്, യാ ലത്തീഫുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണെന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ അതിനെക്കുറിച്ച് പറയാത്തത്. ഈ വേദനകളെ ശമിക്കാൻ, ശരീരത്തിന്റെ അവയവങ്ങളിലുള്ള രോഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് ശിഫ ലഭിക്കാനൊക്കെ യാ ലത്തീഫ് കൊണ്ട് ഒരുപാട് ഫലം ഉണ്ടാവും. എത്രയോ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളതാണ് യാ ലത്തീഫിന്റെ അമലൊക്കെ, നല്ല റിസൾട്ട് ലഭിക്കും. അപ്പോ ഇതിന്റെ അദദ് എന്ന് പറയുന്നത് നമുക്കറിയാം 129 അപ്പോ ഞെരുക്കവും തിടുക്കവും ഒക്കെ ഇല്ലാതിരിക്കാൻ, ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ഈ 16,641 എന്ന് പറഞ്ഞ ഈ ഒരു അദദ് ഉണ്ടല്ലോ, ഈ എണ്ണം പൂർത്തിയാക്കി ചൊല്ലിയതിന്റെ ശേഷം അതൊരു 9 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുക. അങ്ങനെ 9 ദിവസം കൊണ്ട് ചൊല്ലി തീർത്തിട്ട് പിന്നീട് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി വഹുവൽ ഖവിയുൽ അസീസ് എന്നുള്ളത് ഒരു 129 തവണ ആയത്തുകളൊക്കെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പലർക്കും പറഞ്ഞു കൊടുക്കാറുള്ളതാണ്, നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാനാണെങ്കിൽ 16,641 തവണ ഓതിയതിന്റെ ശേഷം നമുക്ക് അല്ലാഹു ലത്തീഫുൻ ബിഇബാദി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയുൽ അസീസ് എന്ന് ചൊല്ലിയതിന്റെ ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തർസുഖനി റിസ്ഖൻ ഹലാലൻ വാസിഅൻ ത്വയ്യിബൻ മിൻ ഗൈരി തഅബിൻ വലാ മശഖ വലാ ളൈരിൻ വലാ നസ്ബ് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ദുആ ചെയ്താൽ കൂടുതൽ ഫലം ഉണ്ടാകും. നിഷാദ് ഇതൊന്നും നമുക്ക് എഴുതി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഷോർട്ട് വീഡിയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എഴുതിയ സ്ക്രീൻ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ അലാ യഅലമു മൻ ഖലഖ വഹുവൽ
വഹുവൽ ലത്തീഫുൽ ഖബീർ എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് അല്ലാഹുമ്മ ഖുല്ലി ഹാജതി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രത്യേകം ദുആ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല ഫലമുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളുണ്ട്. ഇപ്പൊ തടവുകാരൊക്കെ ജയിലിലകപ്പെട്ടവരൊക്കെ മോചനം ലഭിക്കാനാണെങ്കിൽ യാ ലത്തീഫിന്റെ ഈ അമൽ ചെയ്തിട്ട് ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആയത്തും കൂടെ ചൊല്ലിയാൽ മതി. ഇങ്ങനെ തുടങ്ങിയിട്ട് ലത്തീഫ് കൊണ്ട് വളരെയധികം അമലുകളുണ്ട്. നമ്മുടെ മജ്ലിസിലൊക്കെ പലപ്പോഴും ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 129 തവണ നമ്മുടെ മജ്ലിസിലൊരു ദിക്റായിട്ട് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അതാ യാ ലത്തീഫ് എന്നുള്ള അമലിന്റെ അത്രമേൽ സവിശേഷമായ ഒരു ദിക്റായതുകൊണ്ടാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലത്തീഫ് എന്നുള്ള പേരൊക്കെ ഇടുന്നത് നല്ല കൂടുതൽ നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ നല്ല റാഹത്ത് ലഭിക്കാനൊക്കെ കാരണമാകും. ഇപ്പൊ പുതിയ കാലത്ത് പേരുകളിലൊക്കെ ട്രെൻഡ് വന്നതോടുകൂടെ ഈ പഴയ കാലത്തെ അസ്മാഉൽ ബദറിലെ അതേപോലെ അള്ളാഹുവിന്റെ ഇസ്മുകളിലെ ഹബീബായ തങ്ങളുടെ പേരുകൾ ഒരുപാട് പേരുകളുണ്ടല്ലോ. അത്തരം പേരുകളൊക്കെ നമ്മുടെ മക്കൾ ഇടുന്നത് കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇത്തരം പേരുകളില്ല. ഈ ലത്തീഫ് എന്നുള്ള പേരുള്ള ആളുകൾക്ക് അതേപോലെ പേരുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ അർത്ഥം വരുന്ന പേരുകളുള്ള ആളുകൾക്കൊക്കെ ഇസ്മോണ്ട് അമൽ ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. അബ്ദുൽ ലത്തീഫ് എന്നുള്ള പേരൊക്കെ ഇപ്പൊ കുറഞ്ഞുപോയി, പഴയ പോലെ ഒന്നല്ല. മൂസ എന്നുള്ള പേര് ഇപ്പൊ ആരെങ്കിലും ഇടാറുണ്ട്? ഈസ, മൂസ, മുഹമ്മദ് എന്നുള്ള പേരെല്ലാം ഇടാൻ പലർക്കും ഒരു മടി. എല്ലാവരും ട്രെൻഡുകൾക്ക് പിറകെയാണ്. നമ്മൾ പേരുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ട്. ഒരാൾക്ക് പേരിടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചില ഓർഡറുകളൊക്കെ അതിനുണ്ട്. ആദ്യം ഏത് പേരിനെ പരിഗണിക്കണം, പിന്നെ ഏത് പേരിനെ പരിഗണിക്കണം, പിന്നെ ഏത് പേരിനെ പരിഗണിക്കണം, പിന്നെ ഏത് പരിഗണിക്കണം. അങ്ങനെ ഏറ്റവും അവസാനത്താണ് നല്ല അർത്ഥമുള്ള പേരുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഇമാമുമാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റാണ് എന്ത് നല്ല അർത്ഥമുള്ള പേരുകൾ. നമ്മൾ ഏറ്റവും താഴെയുള്ള ഈ അവസാന സ്ഥാനത്തുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ എന്നുള്ളതാണ്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി തആല അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അപ്പൊ ഒന്നാം സ്ഥാനത്ത് അതാ കിടക്കുന്നത്, ആ രണ്ട് പേരുകൾ. പിന്നെ അള്ളാഹുവിന്റെ മറ്റു പേരുകളുണ്ട് അല്ലെ, അസ്മാഉൽ ഹുസ്നയിലെ പേരുകൾ. അത് അബ്ദിനോട് ചേർത്തിട്ടിടുന്ന പേര്. പിന്നെ അഹ്മദ് മുഹമ്മദ് എന്നുള്ള പേര്. പിന്നെ നബിതങ്ങളുടെ അഹ്മദ് മുഹമ്മദ് അല്ലാത്ത പേരുകൾ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഓർഡർ ഉണ്ട് അതിന്. ഒന്നാം സ്ഥാനം ഇതിന്, രണ്ടാം സ്ഥാനം ഇതിന്, മൂന്നാം സ്ഥാനം ഇതിന്. നമ്മളത് സെപ്പറേറ്റ് അത് മാത്രം പറയാനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.